BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കീഴ്മാട് സർക്കുലർ റോഡിൽ ഗതാഗത കുരുക്കൊഴിയുന്നില്ല. റോഡിന്റെ വീതി കുറവും റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുമാണ് വില്ലനാകുന്നത്. രാജഗിരി ആശുപത്രിയിലേക്കുള്ള ആംബുലൻസ് അടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ആലുവയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുന്ന KSRTC ബസ് റൂട്ടിനെയും സ്വകാര്യ ബസ് റൂട്ടിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണിത്. KSRTC റോഡിലെ കുട്ടമശ്ശേരിയിൽ നിന്ന് തിരിഞ്ഞ് സ്വകാര്യ ബസ് റൂട്ടിലെ GTN കവലയിലാണ് സർക്കുലർ റോഡ് സംഗമിക്കുന്നത്. പല ഭാഗത്തും മറ്റ് ഗ്രാമീണ റോഡുകൾ സർക്കുലർ റോഡിൽ സംഗമിക്കുന്നുണ്ട്. ആലുവ പെരുമ്പാവൂർ ദേശസാത്കൃത സ്വകാര്യ റോഡുകൾക്കിടയിലാണ് കീഴ്മാട് പഞ്ചായത്തിന്റെ കൂടുതൽ പ്രദേശങ്ങളും കിടക്കുന്നത്. അതിനാൽ പ്രധാന സഞ്ചാര മാർഗങ്ങൾക്കാണ് സർക്കുലർ റോഡ്. റോഡിന്റെ വീതി കൂട്ടണമെന്ന് വർഷങ്ങളായി നാട്ടുകാരും വിവിധ രാഷ്ട്രീയ സംഘടനകളും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ കീഴ്മാട് ഗ്രാമപഞ്ചായത്തോ പൊതുമരാമത്ത് വകുപ്പോ ആവശ്യം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പാലാരിവട്ടം ഭാഗത്ത് ജീനിയസ് കൺസൾട്ടൻസി എന്ന പേരിൽ സ്ഥാപനം നടത്തി വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ യുവതി അറസ്റ്റിൽ. ആലുവ പൂക്കാട്ടുപടി സ്വദേശി തണൽ വീട്ടിൽ സജീനയാണ് അറസ്റ്റിലായത്. പുത്തൻകുരിശ്, തൃശൂർ സ്വദേശികളായ യുവാക്കളുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സജീനയ്ക്കെതിരെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 8ഓളം കേസ് നിലവിലുണ്ട്. NAD റോഡ് ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി റോഡരികിൽ നിന്ന് മാലിന്യം നഗരസഭ നീക്കിയതിന് പിന്നാലെ തീയിട്ടത് പൊതുജനത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്നു. തിങ്കളാഴ്ചയിട്ട തീയിൽ നിന്നുയരുന്ന വിഷപ്പുകയാണ് 2 ദിവസമായിട്ടും വാഹനയാത്രക്കാർക്കും കാൽനടക്കാർക്കും ദുരിതമായത്. NAD കേന്ദ്രീയ വിദ്യാലയം, ക്വാർട്ടേഴ്സ് തുടങ്ങി ജനവാസ കേന്ദ്രങ്ങൾക്കും അകലെയാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നഗരസഭ ആരോഗ്യ വിഭാഗം യന്ത്രം ഉപയോഗിച്ച് റോഡരികിലെ ടൺ കണക്കിന് മാലിന്യമാണ് സമീപത്തെ പാടശേഖരത്തിലേക്ക് തള്ളിയിട്ടത്. തിങ്കളാഴ്ച പുലർച്ചെ മുതലാണ് മാലിന്യത്തിൽ നിന്ന് തീ ഉയരുന്നത്. അജ്ഞാതർ തീയിട്ടതാണെന്നാണ് നഗരസഭ പറയുന്നത്. എന്നാൽ നഗരസഭ തന്നെ ചെയ്തതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചെങ്കിലും പുക ഉയരുകയാണ്. നാട്ടുകാരുടെ പരാതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി പരിഹാരം കാണാൻ കളമശ്ശേരി CI MB ലത്തീഫ് നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ രാത്രിയും പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ നഗരസഭയ്ക്കും NADക്കും നോട്ടീസ് നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. 1 കിലോ കഞ്ചാവുമായി അന്തർ സംസ്ഥാന തൊഴിലാളി പിടിയിൽ. കുട്ടമശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ബിപ്ലവ് മണ്ഡലിനെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടമശ്ശേരി ഭാഗത്ത് ഉൾവഴിയിൽ നിന്ന് ബൈക്കിൽ കഞ്ചാവുമായി വരികയായിരുന്നു. ഇയാൾ പോലീസിനെ മറികടന്നു പോയ പ്രതിയെ പിന്തുടർന്നാണ് പിടികൂടിയത്. ചെറിയ പാക്കറ്റുകളിലാക്കി 500,000 രൂപയ്ക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് വിൽപ്പന. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പൊതുവൈപ്പ് ബീച്ചിനെ മാലിന്യമുക്തമാക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കി ജില്ലാ ഭരണകൂടം. ടോയ്ലറ്റുകൾ, ബോട്ടിൽ ബൂത്തുകൾ, മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനുള്ള മിനി MCF സൂചനാ ബോർഡുകൾ, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയവ ഒരുക്കാൻ ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഇതിന് മുന്നോടിയായി 22-ന് പ്രത്യേക ക്യാമ്പയിൻ നടത്തും. ലോക ബീച്ച് വൃത്തിയാക്കൽ ദിനത്തോടനുബന്ധിച്ചാണ് 3 ദിവസം നീളുന്ന ക്യാമ്പയിൻ നടന്നത്. ഗ്രീൻ കൊച്ചി മിഷന്റെ നേതൃത്വത്തിൽ ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, എളങ്കുന്നപ്പുഴ പഞ്ചായത്ത്, ക്രെഡോയ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് എന്നിവയുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ. പിന്നീട് സ്ഥിരം സംവിധാനമാക്കി മാറ്റും. ഇതിനായി BPCL ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകൾ കൂടി ലഭ്യമാക്കും. പുതുവൈപ്പ് ബീച്ചിനും സമീപം വിശാലമായ പാർക്കിംഗും സഞ്ചാരികൾക്ക് വേണ്ടി ടോയ്ലറ്റ് സംവിധാനവും ഒരുക്കും. ഇതിനുവേണ്ടി സ്ഥലം കണ്ടെത്തി നൽകാൻ പോർട്ട് ട്രസ്റ്റ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. പാർക്കിങ്ങിലൂടെ ലഭിക്കുന്ന വരുമാനം എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് ബീച്ച് വൃത്തിയാക്കുന്നതിനും മറ്റുമായി ഉപയോഗിക്കും. സ്ഥിരം നിർമ്മിതികൾ തയ്യാറാക്കാൻ പോർട്ട് ട്രസ്റ്റിന്റെ വിലക്കുള്ളതിനാൽ കണ്ടെയ്നർ MCF സ്ഥാപിക്കാനാണ് നിർദ്ദേശം. ഇതിനു പുറമെ വിവിധയിടങ്ങളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ ഒരുക്കും. മാർച്ച് അവസാനത്തോടെ പുതുവൈപ്പ് ബീച്ചിനെ ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഇതോടൊപ്പം വളപ്പ്, എളങ്കുന്നപ്പുഴ ബീച്ചുകളിലും സമാന സംവിധാനങ്ങൾ ഒരുക്കാനും ലക്ഷ്യമിടുന്നു. എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് റസികല, ഗ്രീൻ കൊച്ചി മിഷൻ, ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, HNCS കൊച്ചി പോർട്ട് ട്രസ്റ്റ് തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. പെരിയാറിന്റെ കൈവഴിയായ ചെങ്ങൽത്തോട്ടിൽ
സിയാലിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക തടയണ നിർമ്മാണം ആരംഭിച്ചു. ചെങ്കലിനെയും തുറവുംകരയും ബന്ധിപ്പിക്കുന്ന മാവേലിത്തറ്റ പാലത്തിന് താഴെയാണ് താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. പാലവും സിയാൽ നിർമ്മിച്ചതാണ്. തോട്ടിലെ നീരൊഴുക്ക് നിലനിർത്താനും വെള്ളം പൂർണ്ണമായും പുഴയിലേക്ക് ഒഴുക്കിപ്പോകാതിരിക്കാനും വേണ്ടിയാണിത്. വിമാനത്താവളം നിർമ്മിച്ചപ്പോൾ ചെങ്കൽ തോട് ഇടയ്ക്ക് മുറിഞ്ഞുപോയി. തോടിന്റെ ബാക്കിയുള്ള ഭാഗം വിമാനത്താവളത്തിനായി നികത്തുകയും ചെയ്തു. ഇത് 2018 വെള്ളപ്പൊക്കത്തിൽ പ്രദേശം മുങ്ങുന്നതിന് ഇടയാക്കി. വിമാനത്താവളത്തിലും വെള്ളം കയറി. അതിനുശേഷം വിമാനത്താവളത്തോട് ചേർന്ന് കല്ലുംകൂട്ടം കലയും വഴി ചെങ്കൽ തോടുമായി ബന്ധിപ്പിച്ചു. സിയാൽ പുതിയ തോട് നിർമ്മിച്ചു. ഇതോടെ ചെങ്കൽ തോട്ടിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാൻ മാർഗമായി. എന്നാൽ തോട്ടിലെ വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോയാൽ ഇരുകരകളിലെയും ചെറുതും വലുതുമായ ജലസേചന പദ്ധതികൾ വെള്ളം കിട്ടാതെ പ്രതിസന്ധിയിലാകും. ചെങ്കൽ, തുറവൂങ്കര, പിരാരൂർ പ്രദേശങ്ങളിലുള്ളവർ ചെങ്കൽ തോടിനെ ആശ്രയിച്ചാണ് കൃഷി ഇറക്കുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.